ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയ കുട്ടികളെ, നമ്മൾ 4-ാമത്തെ പാഠത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ട കാര്യം നിങ്ങളുടെ മനസ്സിലൂടെ നമ്മൾക്കൊന്ന് പുനർവിചിന്തനം ചെയ്യാം. ഈ അവസരത്തിൽ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര്? ആർക്ക് പറയാം? പറഞ്ഞോളൂ. ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ. നമ്മൾ 3-4 പ്രലോഭനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? സാറ് കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതൊക്കെ അല്ലാതെ മറ്റെന്ത് പ്രലോഭനങ്ങളാണ് നിങ്ങൾക്കുണ്ടാകാറുള്ളത്? നിങ്ങളൊന്ന് മനസ്സിലൂടെ ചിന്തിച്ച് നോക്കിയേ. പഠിക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് കാണാനുള്ള പ്രലോഭനം ഉണ്ടാകും, സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും മൂവി കാണാനുള്ള പ്രലോഭനം ഉണ്ടാകും. നമ്മൾ കുട്ടികളായിരിക്കും, നമ്മളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതാണല്ലോ. റിസോഴ്സ്ഫുൾ ആയിരിക്കേണ്ട സമയത്ത് മറ്റ് സംഗതികൾ ചെയ്യാനും അതും ഒരു പ്രലോഭനങ്ങൾ തന്നെയാണ്. ഈ പ്രലോഭനങ്ങളെയൊക്കെ നമ്മൾക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ? എന്തൊക്കെ പ്രലോഭനങ്ങളെയാണ് കഴിഞ്ഞ 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടത്? ആദ്യം കണ്ടത് ദ്രവ്യാഗ്രഹമാണ് അല്ലേ? ധനത്തോടുള്ള അമിതമായ ആസക്തിയും ആർത്തിയും. അത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് നമ്മൾ കണ്ടു. 2-ാമത് നമ്മൾക്കുണ്ട് എന്ന് തോന്നുന്നതിൽ കൂടുതൽ അഭിമാനം അല്ലെങ്കിൽ മേന്മ നമ്മൾ നടിക്കുമ്പോൾ അതിനെ നമ്മൾ വ്യർത്ഥാഭിമാനം എന്ന് പറയുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ ആ കോട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലേ? വിദ്യാദാതി വിനയം, വിനയം ദാതി പത്രതാം, പത്രദ്വദനമാനോതി ധനാധർമ്മതഥാസ്ഥിതി. വിനയമുള്ളവരായി നമ്മൾ മാറണം. 3, ഉപഭോക്തൃ തൃഷ്ണയാണ്. എല്ലാ സാധനങ്ങളും വാരിക്കൂട്ടാനുള്ള ഒരു വലിയ ഷോപ്പിംഗ് മെൻറ്റാലിറ്റി നമ്മൾക്കുണ്ടാകുന്നു. നമ്മളുടെ ധനസ്ഥിതി പോലും അറിയാതെ മറ്റുള്ള സാധനങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു ആഗ്രഹം, അതും ഒരു പ്രലോഭനമാണ്. 4-ാമത് നമ്മൾ കണ്ടത് അധികാരമോഹമാണ്. അധികാരം, എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ആ അധികാരത്തെ നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാതെ അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി മറ്റുള്ള സഹോദരങ്ങളെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ, അവരുടെ കുതികാല് ചവിട്ടുമ്പോൾ അതും വലിയ ഒരു പ്രലോഭനമായി മാറുന്നു. പ്രിയ കുട്ടികളെ, ഇതിൻ്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. അതിനുശേഷം തിരുവചനത്തിലൂടെ നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ണുകളടയ്ക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ 1-ാം ഭാഗത്ത് കണ്ട പ്രലോഭനങ്ങൾ, വ്യർത്ഥാഭിമാനവും ദ്രവ്യാഗ്രഹവും അധികാര മോഹവും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അതിനെല്ലാം അകറ്റി നിർത്തി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിൻ്റെ കരുണയും സമാധാനവും സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് കാണുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. മനുഷ്യൻ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ 1-ാം ഭാഗത്ത് കണ്ട തിരുവചനം തന്നെയാണ്. നമ്മൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കാനുള്ള ശക്തിയും നമ്മൾക്ക് നൽകും എന്നാണ് ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. പ്രിയ കുട്ടികളെ, ഈ പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കാൻ നമ്മൾ 1-ാം ഭാഗത്ത് കണ്ടത് എങ്ങനെ നമ്മൾക്ക് ഇതിനെ അതിജീവിക്കാം. അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ സാർ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി? ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? അതിന് നമ്മൾക്ക് നൽകുന്ന നിർവചനം ഇതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞേ, സാർ കേൾക്കട്ടെ. ദൈവത്തെ പിതാവായും ഈശോയെ രക്ഷകനായും പരിശുദ്ധാത്മാവിനെ മാർഗദർശിയായും അംഗീകരിച്ച് ദൈവവചനവും സഭാപ്രബോധനവും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. നമ്മൾക്കും അഭിമാനത്തോടു കൂടി പറയാം അല്ലേ? കാരണം എന്താ? ദൈവത്തെ നമ്മൾ പിതാവായി കാണുന്നു, ഈശോയെ രക്ഷകനായി കാണുന്നു,
പരിശുദ്ധാത്മാവാണ് നമ്മുടെ മാർഗദർശി. നമ്മൾ വചനത്തിലൂടെ വളരുന്നു, സഭാപ്രബോധനം അനുസരിക്കുന്നു. അപ്പോൾ നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. നമ്മൾക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുവെന്ന് നമ്മൾക്ക് ഉറക്കെ പറയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പ്രലോഭനങ്ങൾ എന്ന് നമ്മൾ കണ്ടു, അല്ലേ? എന്താണ്? തിന്മ ചെയ്യാനുള്ള ക്ഷണവും പ്രേരണയുമാണ് പ്രലോഭനങ്ങൾ. പക്ഷേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു. അത് നമ്മളുടെ ഒരു കരുത്താണ്. പ്രിയ കുട്ടികളെ, 4 പ്രലോഭനങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടുവെങ്കിൽ 5ാമത്തെ ഒരു പ്രലോഭനമാണ് ധൂർത്ത് എന്ന് പറയുന്നത്. എന്താണ് ധൂർത്ത്? സമ്പത്തിൻ്റെ അമിതമായ ഉപയോഗത്തെയാണ് ധൂർത്ത് എന്ന് ഒറ്റ വാക്യത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. സമ്പത്തിൻ്റെ അമിതമായ ഉപയോഗമാണ് ധൂർത്ത്. ദൈവത്തിൻ്റെ ദാനമായ ഈ പ്രകൃതിയും വിഭവങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ലൗദാത്തോ സി എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്ന മനോഹരമായ ആ പുസ്തകത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ഈ ഭൂമി നമ്മൾക്കുള്ള ഒരു സമ്മാനമാണ്. എന്ത് സമ്മാനം? നമ്മളുടെ ജീവിതകാലത്ത് ഈ ഭൂമിയിലുള്ള വിഭവങ്ങളെ എല്ലാം കാത്തുപരിപാലിച്ച് നമ്മൾക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടി കൈമാറാനുള്ള ഒരു സമ്മാനം. എത്ര മനോഹരമായി ഈ ഭൂമിയെയും ഇതിലെ വിഭവങ്ങളെയും നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാവോ അത്ര മനോഹരമായി പരിപാലിച്ച് നമ്മൾക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടി അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാനുള്ള മനോഹരമായ ഒരു സമ്മാനമാണ് ഈ ഭൂമിയും ഇതിലെ വിഭവങ്ങളും. അതാണ് ഇതിലും പറയുന്നത്. ദൈവത്തിൻ്റെ ദാനമായ ഈ പ്രകൃതിയും വിഭവങ്ങളും എല്ലാവർക്കും കൂടിയുള്ളതാണ്. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർക്കും മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും എല്ലാത്തിനും വേണ്ടിയുള്ളതാണ് ഈ ഭൂമിയും ഇതിലെ വിഭവങ്ങളും. അത് നമ്മൾ വിനിമയം ചെയ്യുമ്പോൾ, സന്തോഷത്തോടു കൂടി പങ്കുവെക്കുമ്പോൾ, അതാണ് ധൂർത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രലോഭനത്തിൻ്റെ നേരെ എതിര്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ധൂർത്തിൽ നിന്ന് ഒഴിവാകുന്നത്. അവ സ്വാർത്ഥതയോടുകൂടി ഇതിലെ വിഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ധൂർത്ത് എന്ന് പറയുന്ന ഈ പ്രലോഭനത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. വിഭവങ്ങളുടെ അമിതമായ ഉപയോഗവും ധൂർത്താണ് എന്ന് പറയാം. വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക. പ്രിയ കുട്ടികളെ, ഞാൻ യൂണിസെഫിൽ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയാണ് യൂണിസെഫ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അറിയാം, ഒരു കഷണം ബ്രെഡ് കൊണ്ട്, ഒരു ലോഫ് ബ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ബ്രെഡിൻ്റെ പീസ്, അതുകൊണ്ട് ഒരാഴ്ച ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ, പട്ടിണി കൊണ്ട് ഒരു കുപ്പി വെള്ളം കൊണ്ട് ഒരാഴ്ച ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് 5 ലിറ്റർ വെള്ളമാണ് റേഷനായിട്ട് കിട്ടുന്ന ഒരു കുടുംബത്തിന്. അപ്പോൾ നമ്മളൊക്കെ എന്തോരം വെള്ളം, ജലം ഒക്കെ നമ്മൾ പാഴാക്കുന്നു, ഭക്ഷണവസ്തുക്കൾ പാഴാക്കുന്നു. അപ്പോൾ നമ്മൾ ധൂർത്തിൻ്റെ പരിധിയിൽ നമ്മളും വരുന്നു. എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കാനുള്ളതാണ് ഈ വിഭവങ്ങൾ എല്ലാം എന്ന് നിങ്ങൾ ഓർക്കുക. 6ാമത്തെ പ്രലോഭനം നമ്മളോട് കാണിച്ചു തരുന്നത് ആഡംബര ഭ്രമമാണ്. ആഡംബര ഭ്രമം നിങ്ങൾക്ക് പുറകിൽ കാണാമല്ലേ? സ്വർണത്തിനോടും അതുപോലെ തന്നെ ഗാഡ്ജറ്റുകളോടും അതുപോലെ തന്നെ അമിതമായ ആഗ്രഹം, ഫാഷൻ വസ്ത്രങ്ങളോടുള്ള അമിതമായ ആഗ്രഹം, ഇതൊക്കെ ആഡംബര ഭ്രമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. ഇതിനൊരു പരിധിവരെ കാരണമാകുന്നത് മാധ്യമങ്ങളും പരസ്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ടല്ലേ? ടി വിയിലും അതുപോലെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന പരസ്യങ്ങൾ, ഡ്രസ്സിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ മോഡലുകൾ ഇട്ട്, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾക്കത് അണിയാനുള്ള ഒരു പ്രേരണയുണ്ടാകുന്നു. അതിന് ഒരു അപകടം കൂടിയുണ്ട്. എന്താണെന്നറിയാവോ അപകടം? നമ്മളുടെ വരവ് അറിയാതെ നമ്മൾ ചിലവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രേരണ ലഭിക്കുന്നു. ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് എന്ന് നമ്മൾക്ക് ഒരു പരിധിവരെ നമ്മൾക്കതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഈ താഴെ ഒരു ആളുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് ദത്തത്രേയ പൂജ എന്നാണ്. അദ്ദേഹം പൂനാക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ട് മുതൽ അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ 200 പവനോളം സ്വർണവും സ്വർണത്തിൻ്റെ ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഇന്ത്യൻ ഗോൾഡ് മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് വെടി ഏറ്റു മരിച്ചു എന്നുള്ളത് ഒരു ദുഃഖകരമായ വാർത്തയാണ്. പക്ഷേ ഇതുപോലെ ആഡംബരത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ നമ്മളുടെ ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കുള്ള സമ്പത്തെല്ലാം മറ്റുള്ളവർക്ക് വിനിമയം ചെയ്യാനുള്ളത് ആണ്, മറ്റുള്ളവരോടുകൂടി പങ്കുവെക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ ഓർക്കുക. പ്രിയ കുട്ടികളെ, 7ാമത്തെ പ്രലോഭനമാണ് സുഖലോലുപത എന്ന് പറയുന്നത്. ലഭിച്ചതും ലഭിക്കാവുന്നതുമായ ജീവിത സൗകര്യങ്ങൾ ഉപയോഗിച്ച് സുഖം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ശൈലിയാണ് സുഖലോലുപത എന്ന് പറയുന്നത്. സുഖലോലുപത, സ്വന്തം സുഖത്തിന് വേണ്ടി എല്ലാം വാരിക്കൂട്ടി സുഖിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളകൾ പിറന്നിട്ടില്ല, അതിനാൽ ഇന്ന് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇതാണ് സുഖലോലുപതയിൽ കഴിയുന്നവരുടെ ഒരു സ്ലോഗൻ ഇതാണ്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളകൾ ഇനിയും വന്നിട്ടില്ല,
ഉള്ളത് പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇന്നാണുള്ളത്, ഇന്ന് ആനന്ദിക്കുക, കുടിക്കുക, ഉല്ലസിക്കുക. ഇതാണ് സുഖലോലുപതയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. പ്രിയകുട്ടികളെ, നിങ്ങൾക്ക് പുറകിലുള്ള ചിത്രത്തിൽ കാണാൻ പറ്റുന്ന ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന വേറൊരാളും, അത് രണ്ടും ഒരാൾ തന്നെയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ്, ഒരു ഫേമസ് ഹോളിവുഡ് ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മക്വലി കുക്കിൻ എന്ന് പറയുന്ന ആ കുട്ടി. ഹോം അലോൺ എന്ന് പറയുന്ന ഒരു പരമ്പര സിനിമകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഇന്നും അത് ബോക്സ് ഓഫീസ് ഹിറ്റാണ്. ഈ സിനിമയിലൂടെ പ്രശസ്തനായ ആളാണ് ഈ മക്വലി കുക്കിൻ എന്ന് പറയുന്ന ഈ കുട്ടി. അദ്ദേഹം $4.5 മില്യൺ ആ ഫിലിമിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലറായ ഈ മക്വലി കുക്കിൻ പ്രായപൂർത്തി ആയപ്പോൾ അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും മുഴുവൻ അടിമയായി അദ്ദേഹത്തിൻ്റെ കിട്ടിയ സമ്പാദ്യം മുഴുവൻ ദൂർത്തടിച്ച് ഒരു രോഗിയായി മാറിയ അതേ മക്വലി കുക്കിൻ്റെ ചിത്രമാണ് ഇപ്പോൾ 40 വയസ്സുണ്ട് അദ്ദേഹത്തിന് തൊട്ടടുത്ത് കാണുന്നത്. പ്രിയ കുട്ടികളെ, തനിക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യത്തെ പുറംകാലുകൊണ്ട് തട്ടി ഈ ലോകത്തിൻ്റെതായ മായാവലയത്തിലേക്ക് നീങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടിയുടെ കഥയാണ് ഈ ഹോം അലോൺ എന്ന് പറയുന്ന ആ ചിത്രത്തിൽ അഭിനയിച്ച് സൂപ്പർ സ്റ്റാറായി മാറിയ ആ കുട്ടി നമ്മൾക്ക് നൽകുന്ന ജീവിത സന്ദേശവും അതുതന്നെയാണ്. ആഡംബര ഭ്രമം, സുഖലോലുപത ഒക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഈ തരത്തിലുള്ള അവസ്ഥകളിലേക്കാണ്. പ്രിയ കുട്ടികളെ, 8ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രലോഭനം അനാരോഗ്യകരമായ മത്സരബുദ്ധിയാണ്. മത്സരബുദ്ധി നമ്മൾക്ക് വേണം, അല്ലേ? തീർച്ചയായിട്ടും വേണം. എല്ലാത്തിലും നമ്മൾക്കൊരു വാശി വേണം, പഠിക്കാനും ഒരു നല്ല നിലയിലെത്താനും ഒക്കെയുള്ള ഒരു അംബീഷൻ നമ്മൾക്ക് വേണം. നമ്മൾക്കൊരു ഗോൾ വേണം. ആ ലക്ഷ്യത്തിലേക്കൊക്കെ നമ്മൾ നടന്ന് നീങ്ങണം. അതിനുവേണ്ടി ആരോഗ്യകരമായ മത്സരബുദ്ധി തീർത്തും നമ്മൾക്ക് വേണം. പക്ഷേ അനാരോഗ്യകരമായ മത്സരബുദ്ധി നമ്മളെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കില്ല. അത് ക്രിസ്തീയതയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അസ്തിത്വം സഹാസ്തിത്വമാണെന്ന ഉദാത്ത ചിന്തയ്ക്ക് പകരം അപരൻ ശത്രുവാണെന്ന ചിന്താഗതിയും ജയിക്കാൻ വേണ്ടി എന്തുമാകാമെന്ന അധാർമിക പ്രവണതയുമാണ് അനാരോഗ്യകരമായ മത്സരബുദ്ധി എന്ന് പറയുന്നത്. അത് തീർത്തും നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. 9ാമത്തെ പ്രലോഭനം വ്യക്തിപൂജയാണ്. മറ്റുള്ളവരെ പരിധിയിൽ കവിഞ്ഞ് നമ്മൾ ആരാധിക്കുക. എല്ലാ ആരാധനയ്ക്കും അർഹനായിട്ടുള്ളത് ദൈവം മാത്രമാണ്. മറ്റുള്ളവരെയൊക്കെ അവരുടെ നല്ല ക്വാളിറ്റീസിനെ നമുക്ക് സ്വാംശീകരിക്കാം. നമ്മൾ പറയാറില്ലേ, നമ്മൾക്കൊരു റോൾ മോഡലുണ്ട്. ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് നമ്മൾ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ റോൾ മോഡൽ. ഹീസ് എ ടീച്ചർ, ഹീസ് എ മെൻറ്റർ, ഹീസ് എ മോട്ടിവേറ്റർ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ കുട്ടി പറയുകയുണ്ടായി, നമ്മൾക്കും ജീസസ് ക്രൈസ്റ്റിനെ നല്ലൊരു റോൾ മോഡലായിട്ട് തിരഞ്ഞെടുക്കാം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു മെൻറ്റർ ഉണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങളുടെ അധ്യാപകരായിരിക്കും, മാതാപിതാക്കൾക്കായിരിക്കും, നിങ്ങളുടെയൊക്കെ വളർച്ചയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. നേരെ മറിച്ച് നമ്മൾക്കൊരു ആരാധനയും ഒരു വ്യക്തിപൂജയുമാണ് നമ്മൾ വെച്ച് പുലർത്തുന്നെങ്കിൽ അതും ഒരു പ്രലോഭനം തന്നെയാണ് തീർച്ചയായിട്ടും. മറ്റുള്ളവരെ നമ്മൾ അസ്തിത്വത്തിൻ്റെ മഹിമ ലക്ഷ്യം പ്രാപിക്കാനാവാതെ ഭൗതിക നേട്ടത്തിനായി ദൈവത്തിന് പകരം വ്യക്തികളെ ആശ്രയിക്കുന്നതാണ് വ്യക്തിപൂജ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ചിത്രം കാണാമല്ലേ? നിങ്ങൾ ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്നവരാണോ? സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ മത്സരങ്ങളും കാണാൻ വേണ്ടി പോകുന്ന ഒരാളുടെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുധീർ കുമാർ ചൗധരി എന്നാണ്. സുധീർ കുമാർ ചൗധരി ഗൗതം എന്ന് പറയുന്ന മനുഷ്യനാണ്. ലോകം മുഴുവൻ സച്ചിൻ്റെ കളി കാണാൻ വേണ്ടി പോകും. അദ്ദേഹം പറഞ്ഞത് സച്ചിനാണ് എൻ്റെ ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിക്കറ്റ് എൻ്റെ മതമാണ്, സച്ചിൻ എൻ്റെ ദൈവമാണെന്ന് പറയുന്ന വ്യക്തിപൂജ നമ്മളുടെ കൺമുമ്പിൽ നടത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. സച്ചിൻ ഈസ് എ വണ്ടർഫുൾ പ്ലെയർ, നമുക്കൊന്നും ഒരു തർക്കവുമില്ല, അല്ലേ? നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഇതിഹാസം തന്നെയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരിക്കലും ദൈവമല്ല. ഈസ് എ ഹ്യൂമൻ ബീങ് ലൈക്ക് അസ്, നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. ക്രിക്കറ്റിൽ അദ്ദേഹം വലിയ ഇതിഹാസങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ബഹുമാനിക്കണം, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ആദരിക്കണം. നേരെ മറിച്ച് ഒരിക്കലും നമ്മൾ വ്യക്തിപൂജ നടത്തി നമ്മളുടെ പേഴ്സണാലിറ്റിയെ തന്നെ നമ്മൾ കുറച്ച് കാണരുത്. നമ്മളും അതേ വ്യക്തികളെ പോലെ ഉയർന്നു വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരെ ആരാധിക്കുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മളെ തന്നെ നമ്മൾ ഇടിച്ചു താത്തുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കഴിവിനെ, നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മളുടെ വളർച്ചയൊക്കെ അത് തീർത്തും മുരടിപ്പിക്കും. പ്രിയ കുട്ടികളെ, ഇതാണ് നമ്മൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങൾ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായ ഒത്തിരി പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടാകാറുണ്ട്, എനിക്കുണ്ടാകാറുണ്ട്, മനുഷ്യരായ എല്ലാവർക്കും ഉണ്ടാകും. ആ പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കാൻ ദൈവത്തെ പിതാവായും അതുപോലെ തന്നെ ഈശോയെ രക്ഷകനായും പരിശുദ്ധാത്മാവിനെ മാർഗദർശിയുമായിട്ടൊക്കെ നമ്മൾ മുറുകെ കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കാനുള്ള ശക്തി നമ്മൾക്ക് ലഭിക്കും. നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മൾക്ക് നല്ല ദിശാബോധവും ബുദ്ധിക്ക് വികാസവും പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ഒക്കെ നൽകുന്നത്. പരിശുദ്ധാത്മാവേ, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതുവഴി ഞങ്ങളും നിൻ്റെ
എളിയ മക്കളായി മാറുവാനും ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാനുമുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, ഈ പാഠം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യങ്ങൾ ഇതാണ്. തിന്മ ചെയ്യാനുള്ള ക്ഷണവും പ്രേരണയുമാണ് പ്രലോഭനങ്ങൾ എന്ന് നമ്മൾ കണ്ടു. അതിനെല്ലാം അതിജീവിച്ച് നന്മയിൽ വളരുന്നത് ആണ് ദൈവഹിതം. അതിനെയൊക്കെ അതിജീവിച്ച് നന്മയിൽ വളരുന്നതാണ് ദൈവഹിതം എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവം, പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജാഗ്രതയും വിവേചന ബുദ്ധിയും മുൻകരുതലും നിറഞ്ഞ വിശ്വാസ ജീവിതം കൊണ്ട് അവയെ ഞാൻ അതിജീവിക്കും എന്നുള്ള ഒരു മനോഭാവവും നമ്മൾ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയും നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന തിരുവചനം. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും, പിന്നെ സമാധാനപൂർണവും, വിനീതവും, വിധേയത്വമുള്ളതും, കാരുണ്യവും, സൽഫലങ്ങൾ നിറഞ്ഞതുമാണ് എന്നുള്ള വചനം കഴിഞ്ഞ ആഴ്ചയെ നിങ്ങൾ ധ്യാനിച്ചിരുന്നു. വലിയ വചനമാണ്. അത് നിങ്ങൾ മനഃപ്പാഠമാക്കുക. ഈ പാഠത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. വീണ്ടും നല്ലവനായ ദൈവം നമ്മളെ കണ്ടുമുട്ടിക്കാൻ ഇടവരുത്തട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.